ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് ഉച്ചക്ക് ടൈമിൽ മറിഞ്ഞ് വീണുപോയി. അത് തന്നെ തല ഒരു മാസം ഹോസ്പിറ്റലുണ്ട്. ഈ കാണുന്ന ആളുടെ പേരാണ് ലത്തീഫ്. വർഷങ്ങൾക്ക് മുമ്പ് സ്ട്രോക്ക് വന്ന് കിടപ്പിലായിട്ടുള്ള ലത്തീഫ് ഇന്ന് മെക്സവൻ ചെയ്യുന്നു. കുറച്ചു കാലമായി മെക്സവൻ ചെയ്ത് അദ്ദേഹം സാധാരണ നിലയിലേക്ക് വരുന്ന കാഴ്ചയാണ്. അതാണ് പരിചയപ്പെടുത്തുന്നത്. പറഞ്ഞു തരാം വിശേഷങ്ങൾ കംപ്ലീറ്റ്. ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, പ്രഷർ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, പൊണ്ണത്തടി, അങ്ങനെ ഒട്ടുമുക്കാൽ അസുഖങ്ങളും വ്യായാമത്തിലൂടെ മാറ്റാൻ പറ്റും, അതും മെക്സവനിലൂടെ. അതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ലത്തീഫ്. മെക്സവൻ എക്സസൈസിലെ എയറോബിക് ഉണ്ട്, ലളിതമായ വ്യായാമങ്ങളുണ്ട്, യോഗ, അക്യൂപ്രഷർ, ഫേസ് മെസ്സേജ് തുടങ്ങി നിരവധി ഘട്ടങ്ങളിലൂടെ പോയിട്ടാണ് അത് കംപ്ലീറ്റ് ആകുന്നത്. അതുകൊണ്ട് തന്നെ രോഗികൾക്കും 50 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കും ഒരുപാട് പ്രയോജനം കിട്ടുന്ന രീതിയാണ് ഈ മെക്സവൻ എക്സസൈസ്. ഈ സെൻറ്ററിൽ ഏകദേശം 5ന് മുകളിൽ ആളുകൾ, സ്ട്രോക്ക് വന്നിട്ടുള്ള ആളുകൾ ഇവിടെ പരിശീലനം നടത്തി പോകുന്നുണ്ട്. ബേപ്പൂരിലുള്ള ഈ മെക്സവൻ സെൻറ്ററെ ഒരു വർഷക്കാലമായി ഒരുപാട് രോഗികൾക്ക് ആശ്വാസം നൽകാൻ ഈ എക്സസൈസ് കൊണ്ട് പറ്റിയെന്നുള്ളതാണ് അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യം. ഈ മെക്സവനിലൂടെ ഒരുപാട് ആളുകൾക്ക് മാറ്റം വന്നെന്ന് പറഞ്ഞല്ലോ. ഞാൻ ഓരോ എപ്പിസോഡിലൂടെയും ഓരോരുത്തരെ പരിചയപ്പെടുത്തി തരാം. നാം മനസ്സിലാക്കേണ്ടതാണ്, കാണേണ്ടതാണ്. പേരെന്താണ്? ലത്തീഫ്. ഇവിടെ തന്നെ. വയസ്സ് എത്രയായി? 68. എന്താ നിങ്ങൾക്ക് മുമ്പ് സംഭവിച്ചേ? എനിക്ക് സംഭവിച്ചൊന്നുമില്ല, എനിക്ക് മാത്രം സംഭവിച്ചതാണ്. വീഴക്കുമ്പോൾ പെട്ടെന്ന് ഉച്ചക്ക് ടൈമിൽ മറിഞ്ഞ് വീണുപോയി. അത് തന്നെ തല. എന്നിട്ട് മറിഞ്ഞിട്ട് വീണുപോയി. വീണിട്ട് അങ്ങനെ ഉണ്ടാക്കി കിട്ടടിച്ചിക്കാണ്ട് ആർമസ്പത്രി കൊണ്ടുപോയി. ആദ്യമേ കൊണ്ടുപോയി ഓള് കുൾക്കൂസെല്ലാം കയറ്റി ഇടങ്ങറായി. അങ്ങനെ മെഡിക്കൽ കൊണ്ടുപോയിട്ട് മെഡിക്കൽ ഏറ്റെടുത്തില്ല. കുളി എന്ന് കണ്ട് പറഞ്ഞയച്ച് വില കൊണ്ട് കിടത്തിക്കൊണ്ടെന്ന് പറഞ്ഞു. പെണ്ണുങ്ങള് അന്വേഷിച്ചില്ല. പെണ്ണുങ്ങൾ കേൾക്കാണ്ട് കുഴച്ച് കൊണ്ടുപോയി ഓല് ഏറ്റെടുത്ത് കിടത്തി. അവിടുന്ന് സീരിയസ് നടത്തി. അപ്പോൾ എത്ര ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു? ഒരു 2, 3, 4, 5 ഒരു മാസം ഹോസ്പിറ്റലുണ്ട്. നിങ്ങൾക്ക് എന്താ ആ സുഖന്റെ പേരെന്തായിരുന്നു അറിയോ? എന്താ സംഭവിച്ചെന്ന് എന്താ ഡോക്ടർമാർ പറഞ്ഞോ? ഓക്കെ, നിങ്ങൾക്ക് സംഭവിച്ചത് സ്ട്രോക്കാണ്. സ്ട്രോക്ക് ആയിട്ട് നിങ്ങൾ ഒരു മാസമാണ് ഹോസ്പിറ്റലിൽ കിടന്നത്. അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്ന് അല്ലേ? വീട്ടിലേക്ക് വന്നിട്ട് പിന്നെ നിങ്ങളെ ഭാര്യയും മക്കളും നിങ്ങളെ എങ്ങനെയൊക്കെ നോക്കി അത് പറയും. എന്നെ നോക്കാൻ എല്ലാ ഇതും ഇങ്ങനെ കൊണ്ടുവരും. ഇവിടെ കൊണ്ടുവന്നിട്ട് നടത്തിക്കും. നടത്തിച്ചിട്ട് പിന്നെയും. ഓക്കെ, ഇനി ഞാൻ കണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ രാവിലെ ഈ മെക്സവൻ ഒരു വർഷം മുമ്പ് വരുന്ന സമയത്ത് ഭാര്യ മോളല്ലേ കൂടെ ഉണ്ടായാല് 5 മണിക്ക് ഈ പുലിമൂട്ടില് പേരൊന്ന് പറയും, മറന്നുപോയി പേര് നിങ്ങളെ. അബ്ദുൽ ലത്തീഫ് ഖാനെ ഇങ്ങോട്ട് കൊണ്ടുവരും. എന്നിട്ട് ഇവിടെ നിങ്ങൾ പതുക്കെ നടത്തിയിട്ട് ആ വീട്ടുകാരുടെ ഒരു ശക്തിയാണ് ഇന്ന് ഈ കാണുന്ന. ഇപ്പോൾ ഒറ്റക്ക് നടക്കാനുള്ള കൂടെ മെക്സവൻ ചെയ്യാൻ തുടങ്ങി അല്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട് നിങ്ങള്? ഷാറേ, മെക്സവനിൽ വന്നതിന് ശേഷമാണ് ഈ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. തികച്ചും കിടപ്പിലായിട്ടുള്ള അബ്ദുൽ ലത്തീഫ് ഇന്ന് ഇങ്ങനെ ഇവിടെ ഇരുന്ന് നമ്മുടെ കൂടെ കൂടാൻ പറ്റി അല്ലേ? നിങ്ങൾക്ക് ശക്തിയായിട്ടുള്ള ആരെയൊക്കെ ഉണ്ടായിരുന്നത് ആ സമയത്ത്? ശക്തിയായിട്ട് ഭാര്യയും മോളും ദിവസങ്ങളെ കൊണ്ട് നടത്തിക്കും അല്ലേ? ഇപ്പൊ റാഹത്തായി. ഓക്കെ, ശരി.